ഈ കർഷക പ്രതിഭാ സംഗമത്തിൽ കേരളത്തിൻ്റെ പൊതുവായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഒരു വഴി തേടുകയാണ് നമ്മൾ അടുത്തത്. മാലിന്യ നിർമ്മാർജ്ജനം കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇതാ ഒരു കർഷകൻ ഇവിടേക്ക് എത്തുന്നു. അദ്ദേഹം പറയുന്നത് മാലിന്യം സമ്പത്താണെന്നാണ്. വേസ്റ്റ് ഈസ് വെൽത്ത്. ആലപ്പുഴ സ്വദേശി ശ്രീ കുഞ്ഞുമോൻ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ കുഞ്ഞുമോൻ പറയുന്നത്, എനിക്ക് എത്ര വേണോ വേസ്റ്റ് തന്നോളൂ, ആ വേസ്റ്റിനെ ഞാൻ 3ആയി തരംതിരിക്കാം. ആ തരംതിരിച്ച വേസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ ആൾക്കാർ കാത്തു നിൽക്കുന്നു എന്നാണ്. വളരെ കൗതുകമുണർത്തുകയാണ് കുഞ്ഞുമോൻ്റെ സംരംഭം. ഒപ്പം ഇതിനുവേണ്ടി ഒരു തൊഴിൽ സേനയെ തന്നെ അദ്ദേഹം സജ്ജമാക്കിയിട്ടുമുണ്ട്. നമുക്ക് കാണാം കുഞ്ഞുമോൻ്റെ ദൃശ്യങ്ങൾ. മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ മാതൃക തീർക്കുകയാണ് മത്സ്യ കർഷകനും സംരംഭകനും കൂടിയായ ആലപ്പുഴക്കാരൻ ശ്രീ ജെ കുഞ്ഞുമോൻ. കടകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് അവയെ വേർതിരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കുഞ്ഞുമോൻ ചെയ്യുന്നത്. ഇതിനായി സ്വന്തം മേൽനോട്ടത്തിൽ ഒരു തൊഴിൽ സേനയെ തന്നെ ശ്രീ കുഞ്ഞുമോൻ പരിശീലനം നൽകി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതിരാവിലെ തന്നെ ശേഖരിക്കുന്ന അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും ക്രമാനുബദ്ധമായി തരംതിരിച്ചെടുക്കുന്നിടത്താണ് ഈ രീതിയുടെ വിജയം. ആഹാര അവശിഷ്ടങ്ങൾ പന്നി ഫാമുകൾക്കും, പച്ചക്കറി മാലിന്യങ്ങൾ ജൈവ കർഷകർക്കും, പ്ലാസ്റ്റിക് കുപ്പികൾ റീസൈക്ലിംഗ് യൂണിറ്റുകൾക്കും നൽകി പാഴ്വസ്തുക്കളെ പണമാക്കി മാറ്റുന്നു. മത്സ്യകൃഷിയിൽ വിജയം കണ്ടെത്തിയ കുഞ്ഞുമോന്റെ ഈ പുതിയ സംരംഭത്തിന് പിന്തുടർച്ചക്കാരുണ്ടായാൽ മാലിന്യം ഇനിയൊരു ശാപമാകില്ല. ശ്രീ കുഞ്ഞുമോൻ വളരെ മാതൃകാപരമാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആ ദൃശ്യങ്ങൾ വന്നില്ല. അതുകൊണ്ട് താങ്കളുടെ വാക്കുകളിലൂടെ, വാങ്മയ ചിത്രങ്ങളിലൂടെ വിവരിക്കുക, എങ്ങനെയാണ് ഈ വേസ്റ്റിനെ വെൽത്താക്കി മാറ്റുന്നതെന്ന്. കണ്ണം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് അല്പം ഭയമുണ്ട്. ആദ്യമേ അത് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ചേർത്തലയിലാണ് താമസിക്കുന്നത്. 2009 ചേർത്തല പട്ടണത്തിന് സ്വന്തമായി ചേർത്തല മുനിസിപ്പാലിറ്റിക്ക് മാലിന്യ സംസ്കരണത്തിന് 1 സെൻറ്റ് ഭൂമി പോലുമില്ല. ടൗണിലോട്ട് ഇറങ്ങാൻ പറ്റിയല്ല മനുഷ്യന്. മുഴുവൻ ഈ തെരുവിൽ ഇങ്ങനെ കൂട്ടിയിട്ട് ചീഞ്ഞ് നാറുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ ചെയർമാൻ കൊണ്ടുപോയി, മുനിസിപ്പൽ ചെയർമാൻ കൊണ്ടുപോയി ഒരു പ്രൊജക്റ്റ് കൊടുക്കുകയാണ്. ഞങ്ങളിത് ശേഖരിക്കാം, ഇത് ഡോർ ടു ഡോറായിട്ട് കളക്ട് ചെയ്യാം, തെരുവിൽ ഇത് കാണുന്നില്ല, പുറം ലോകം വേസ്റ്റ് കാണാൻ പാടില്ല, അത് ഞങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിച്ചാന്നും പറഞ്ഞൊരു പ്രൊജക്റ്റ് കൊണ്ടേ കൊടുത്തു. അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചു. ആദ്യം അമല എൻ്റർപ്രൈസസ് ആയിരുന്നു, എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയായിട്ട് രൂപീകരിച്ചു. ഇന്ന് ആലപ്പുഴ ജില്ലയും കോട്ടയവും നിലനിൽക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനം മൂലമാണ്. അടുത്ത ദിവസം തിരുവനന്തപുരത്തോട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഞങ്ങളിത് ഓരോന്നും ബഹുമാനപ്പെട്ട പത്മകുമാർ സാറിനോടുള്ള ഒരു ബഹുമാനവും ആദരവും ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. കാരണം ഏത് പാതിരാക്കിയും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടുന്ന അഡ്വൈസുകൾ, മത്സ്യം ഇത് വേസ്റ്റ്, ഇത് എങ്ങനെ പണമാക്കി മാറ്റാം, അതുകൊണ്ട് ഞങ്ങൾ മത്സ്യം വളർത്തുന്നു. ഇപ്പോൾ 3 ഫാമുകളിലായിട്ട് 10 ലക്ഷം വാള വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ വേസ്റ്റ് കൊണ്ട് ചെല്ലുമ്പോൾ ആവശ്യക്കാരെ കണ്ടെത്താൻ എങ്ങനെയാണ് കുഞ്ഞുമോന് കഴിഞ്ഞത്? ഈ സത്യത്തിൽ നമുക്ക് കേരളത്തിൽ അനവധി പന്നി ഫാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പന്നി ഫാമുകളിലെല്ലാം നമ്മുടെ വേസ്റ്റ് നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് കംപ്ലീറ്റ് അത് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഈ ഇറച്ചി വേസ്റ്റുകളാണെങ്കിൽ നമുക്ക് പന്നി ഫാമിലും ഉപയോഗിക്കാം, ഫിഷ് ഫാമിലും ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് നമ്മൾ അത്ഭുതകരമാണ്. ഇതിൻ്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ സദസ്സ് തന്നെ ഞെട്ടും. അതുപോലെ വാല്യൂ ആണ്. ഇത് റീസൈക്കിൾ ചെയ്യുന്ന അനവധി ഫാക്ടറികൾ കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിൽ വെറും കച്ചറ പ്ലാസ്റ്റിക്കുകൾ ഒരുക്കുന്ന ഫാക്ടറികളുണ്ട്. എല്ലാം വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ഇതില്ല. ജനങ്ങളിത് ബോധവാന്മാരല്ല. ഒരു ഡംപിങ് യാർഡുകളാണ് നമുക്കുള്ളത്. അതിന് വേണ്ടിയിട്ട് മാത്രം കോടിക്കണക്കിന് രൂപ, നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കണക്കുകളുണ്ട്, കോടിക്കണക്കിന് രൂപ ഇതിന് വേണ്ടിയിട്ട് ഓരോ വർഷവും ഗവൺമെൻറ് ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയനീയമെന്ന് പറയട്ടെ, 25 കോടി രൂപയോളം മുടക്കിയ എറണാകുളം മാലിന്യ സംസ്കരണ പ്ലാന്റും അത്
ഒരു മാസം പ്രവർത്തിക്കുന്നതിന് 3 കോടി രൂപയോളം ഒരു മാസം ചിലവുണ്ട്, അത് പ്രവർത്തിക്കുന്നതിന് മാത്രം. എന്നിട്ടത് തീർത്തും പരാജയമാണ്. അടുത്ത 20 കോടി രൂപ മുടക്കി ഇപ്പോൾ അത് വീണ്ടും പുനരുദ്ധരിക്കാൻ പോകുന്നു. പക്ഷേ ഈ പന്നി ഫാമുകളിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് വിദഗ്ധ പാനലിലേക്ക് പോവാം. കുഞ്ഞുമോന് അനുമോദനങ്ങൾ. കാരണം കുഞ്ഞുമോനൊരു വ്യക്തിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ആ മേഖലയിൽ കുഞ്ഞുമോനൊരു ഒരു സ്ഥാപനമാണ്. കാരണം മാലിന്യം മുഴുവൻ ശേഖരിച്ച് സംസ്കരിക്കുന്ന, അത് ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. ഞാൻ പലപ്പോഴും പത്മശ്രീക്ക് അർഹതയുള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞുമോൻ ഞാൻ പറയും. കാരണം ഒരു പ്രദേശത്തെ മാലിന്യം മുഴുവൻ ശേഖരിച്ചുകൊണ്ട് ഇത് എറിഞ്ഞു കളയാനുള്ളതല്ല, അത് മറിച്ച് പണമാക്കാനുള്ളതാണെന്ന് സൂചിപ്പിക്കുകയാണ്, കാണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രയോഗിക്കുന്ന വിദ്യ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മത്സ്യം ആയിട്ട് ഉൽപ്പന്നമാക്കി മാറ്റുകയാണ്. കുഞ്ഞുമോൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം, ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. ഇത് അതുപോലെ തന്നെ കമ്പോസ്റ്റ് ആക്കിയിട്ടും ഗ്യാസ് ആക്കിയിട്ടും മാറ്റുന്നതിനുള്ള സമാന്തരമായ പരിപാടി അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു വലിയ സ്ഥാപനത്തിൽ KVM-ൽ എന്താണ് കുഞ്ഞുമോൻ ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ? 8.5 ഏക്കറിൽ പ്രവർത്തിക്കുന്ന ചേർത്തലയിലെ KVM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന ഒരു സ്ഥാപനമുണ്ട്. ഞാനൊരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിച്ചും പറഞ്ഞ്, സാറേ നമുക്ക് ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ്, സാർ എത്ര രൂപയുടെ ഗ്യാസ് ഇവിടെ വാങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് 2 ലക്ഷം രൂപ അടുക്കളയിലേക്ക് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ ഇവിടെ ഒരു പ്ലാന്റ് പണി, ഞാൻ മാർക്കറ്റിലെ മീൻ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് തരാമെന്ന്. അദ്ദേഹം അതിന് തയ്യാറായി. ഇപ്പോൾ ഏതാണ്ട് 25,000 രൂപയുടെ ഗ്യാസ് മാത്രമേ അങ്ങേര് 1.25 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലാഭമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ലറി എടുത്ത് അദ്ദേഹം അവിടെ വാഴക്കൃഷി ചെയ്യുന്നു. ഈ 8.5 ഏക്കറിൽ ബാക്കി സ്ഥലങ്ങളിൽ വാഴക്കൃഷി ചെയ്യുന്നു. വളരെ വിജയകരമായിട്ട് അത് പ്രവർത്തിക്കുന്നു. ചേർത്തല മാർക്കറ്റിലെ മീൻ വേസ്റ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ തിരുവനന്തപുരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീൻ മാർക്കറ്റിലേക്ക് വേസ്റ്റുകൾ തമിഴന്മാർ കൊണ്ടുപോയിട്ട് അത് അവിടെ ഉണക്കി അത് ഫീഡായിട്ട് നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് തന്നെ കോഴിയുടെ ഫീഡായിട്ട് വരികയാണ്. ഈ കുഞ്ഞുമോൻ പീറ്റർ എഡ്വേർഡ്സ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായിട്ടുള്ള ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളുടെ വലിയ പട്ടണങ്ങളോട് ചേർന്ന് കുഞ്ഞുമോൻ്റെ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, ഹ്യൂജ് ഫുഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്, നഗരത്തിലെ സർവ്വ മാലിന്യങ്ങളും ശേഖരിച്ച് പാലും മുട്ടയും മത്സ്യവും പച്ചക്കറിയും ഒക്കെ ആക്കുന്ന ഹ്യൂജ് അഗ്രി അക്വ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുഞ്ഞുമോനിപ്പം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നതാണ്. വിളപ്പിൽശാല പ്രശ്നത്തിന് ഒരു പരിഹാരം, പൂർണ്ണമായ പരിഹാരം കുഞ്ഞുമോന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഐസക് സാറാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഐസക് സാറിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു സപ്പോർട്ടുണ്ട്. പത്മകുമാർ സാർ തരുന്ന അതേ സപ്പോർട്ട് തന്നെ ഐസക് സാർ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രചോദനം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗവൺമെൻറ് ഇതിനകത്ത് മുൻകൈ എടുത്താൽ ഇന്ന് കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന് ഗവൺമെൻറ് മുടക്കുന്ന പൈസയുടെ 25% തന്നാൽ മൊത്തത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. കുഞ്ഞുമോൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ സ്വപ്നം കാണുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഈ രീതിയിൽ വികസന പ്രവർത്തനം, ഞാനിതിനൊരു വലിയ വികസന പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ഈ വികസന സംരംഭത്തെക്കുറിച്ച് പഠിക്കാൻ എന്തുകൊണ്ട് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ബുദ്ധിജീവികളുടെ കേന്ദ്രങ്ങൾ എന്തുകൊണ്ട് ഉണരുന്നില്ല ഇത് കാണാനും എഴുതാനും? അതാണ് എൻ്റെ ചോദ്യം. അതായത് കേരളത്തിലെ വികസന സംരംഭങ്ങളെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ധനപരമായ വശങ്ങളെക്കുറിച്ച് പറയാനും ജനങ്ങൾ അതിലെങ്ങനെ സഹകരിക്കണമെന്നും ഇന്ന് അവരെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ഈ സ്ഥാപനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കാർഷിക സർവകലാശാല ഇതിന് മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടർ തോമസ് ഐസക്കിനോട് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എല്ലാം ഇതിനെക്കുറിച്ച് കണക്കാക്കണം. കാരണം ഇതിനെല്ലാം കണക്കുകൾ വേണം. താങ്കൾ എത്ര മീൻ ശേഖരിക്കുന്നു, എത്ര പേര് ഇതിന് ജോലി ചെയ്യുന്നു, ഇതുകൊണ്ട് എന്തുമാത്രം ലാഭം ഓരോ സ്ഥലത്തുണ്ടാകുന്നു, ഇതിനേക്കാൾ വളരെ ചെറിയ കാര്യങ്ങൾ വെച്ച് ആളുകൾ എഴുതി ഡോക്ടറേറ്റുകളും സൂപ്പർ ഡോക്ടറേറ്റുകളും തയ്യാറാക്കുന്ന സമയത്ത് എത്രയോ ഡോക്ടർമാരെ സൃഷ്ടിക്കാൻ താങ്കളുടെ പ്രവർത്തനത്തിന് കഴിയും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ജനങ്ങളെ അറിയിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് നമുക്ക് മുൻകൈയെടുക്കാം. ദൂരദർശനോടല്ല എൻ്റെ അഭ്യർത്ഥന, ഇദ്ദേഹത്തിനെക്കുറിച്ച് 1 or 2 ഡോക്യുമെൻ്ററി നിങ്ങൾ ചെയ്ത് കേരളീയരെ ബോധവാന്മാരാക്കണം. ഡോക്ടർ രഞ്ജൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എന്നോടൊപ്പം ആയിരക്കണക്കിന് പ്രേക്ഷകർ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ധാരാളം ജനപ്രതിനിധികളുണ്ട്. ഞാൻ അവരറിയാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം, ഇത് തുടങ്ങുന്നെങ്കിൽ ത്രിതല പഞ്ചായത്തുകളിൽ വിളപ്പിൽശാലയും ലാലൂരും പോട്ടെ,
വലിയ വലിയ നഗരങ്ങൾ പോട്ടെ, ത്രിതല പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ ഇതൊരു വലിയ പ്രശ്നമാണ്, വലിയ ചർച്ചാ വിഷയമാണ്. ജനപ്രതിനിധികൾക്ക് തലവേദനയാണ്, ജനങ്ങൾക്ക് തലവേദനയാണ്, ഇത് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് അറിയാൻ വേണ്ടി, തുടങ്ങാൻ എന്താണ് എടുക്കേണ്ട നടപടികൾ? അവിടെ പന്നി ഫാം ഉണ്ടാവണമെന്നില്ല, മീൻ വളർത്ത് കേന്ദ്രം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഓരോ പഞ്ചായത്തിലും ഒരു ബ്ലോക്ക് തലത്തിലോ ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനുകളിലോ തുടങ്ങാൻ താങ്കളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ ഒന്ന് പറയാമെങ്കിൽ ഒട്ടേറെ ജനപ്രതിനിധികൾ അടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വലിയൊരു അനുഭവം അറിവുമായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, ഇന്ന് വിഷമുണ്ടാക്കാനുള്ള വ്യവസായശാലകൾ ഓരോ ജില്ലയിലും വ്യവസായ പാർക്കുകളുണ്ട്. ഇതുപോലെ കാർഷിക പാർക്കെന്നും പറഞ്ഞിട്ടുണ്ട് ഉപയോഗശൂന്യമായി കിടക്കുന്ന തരിശ് പാടശേഖരങ്ങളും അത് വേറെ ഒന്നിനും വിൽക്കുകയോ ഭൂമാഫിയ കൈമാറുകയോ ഒന്നും ചെയ്യരുത്. അതുപോലുള്ള സ്ഥലങ്ങൾ പോയിൻ്റ് ചെയ്തിട്ട് ഒരു ജില്ലയിൽ മൊത്തത്തിൽ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു 150-200 ഏക്കർ സ്ഥലം മതിയാകും. ആ ജില്ലയുടെ വലിയൊരു കാർഷിക വിപ്ലവത്തിന് തന്നെ മാറ്റം ഉണ്ടാക്കാം. കാരണം ഈ 200 ഏക്കർ സ്ഥലത്ത് പന്നി ഫാം ഉണ്ടാകണം, ഫിഷ് ഫാം ഉണ്ടാകണം, ജൈവവളം ഉണ്ടാക്കാനുള്ള ഇതുണ്ടാകണം, പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ഉണ്ടാകണം. ആ ജില്ലയുടെ മൊത്തം മാലിന്യ പ്രശ്നം അവിടെ തീരണം. എനിക്കിതിനകത്ത് അകമഴിഞ്ഞ പിന്തുണ. ഞാൻ ഇപ്പോഴും പല പ്രശ്നങ്ങളും നേരിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന വിഷയം പല ഉന്നതരായിട്ടുള്ള ബഹുമാനപ്പെട്ട പത്മകുമാർ സാറ്, ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർ. കാര്യം ആലപ്പുഴയ്ക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല. അദ്ദേഹം ഏത് പാതിരേക്ക് വിളിച്ചാലും എൻ്റെ ഫോൺ എടുക്കുക. അദ്ദേഹം ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഐസക് സാറ് ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകുന്നത്. കോട്ടയം ജില്ല, ആലപ്പുഴ ജില്ല, ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നിലനിൽക്കുന്നത് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് മാത്രം. ഡോക്ടർ ജയമോഹൻ, താങ്കൾക്ക് ചോദിക്കാം. ഇതിനകത്ത് എടുത്തു പറഞ്ഞ വേസ്റ്റ് റീസൈക്ലിങ്ങിൽ എടുത്തു പറഞ്ഞൊരു കാര്യം പന്നി ഫാമുകളാണ്. അപ്പോൾ പന്നി ഫാമുകളുടെ എണ്ണം ഇപ്പോഴ് പൊതുജനാരോഗ്യ പ്രശ്നമെന്നും പൊല്യൂഷൻ കൺട്രോളിൻ്റെ ലൈസൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു വ്യക്തമായ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ നന്നായി. നമുക്ക് വേണ്ടത് ജില്ലയിൽ വ്യക്തമായ ഒരു കാർഷിക ഒരു സെൻറ്റർ, പന്നി വളർത്താൻ കർഷകർക്ക് കൊടുക്കാവുന്ന ഒരു സ്ഥലം വേർതിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ജില്ലയിലെ മൊത്തം മാലിന്യ പ്രശ്നങ്ങൾ ഫ്രീ ആയിട്ട്, ഞങ്ങളെപ്പോലുള്ളവർ ഫ്രീ ആയിട്ട് ഇത് പരിഹരിക്കും. യാതൊരുവിധ പണവും ഇതിനു വേണ്ടിയിട്ട് മുടക്കേണ്ട കാര്യം ഇല്ല. ഞങ്ങളുടെ അഭിപ്രായം. സദസ്സിന്റെ ചില ചോദ്യങ്ങളിലേക്ക് ശ്രീ ബാലചന്ദ്രൻ, സംഘമൈത്രി. ഇത്രയും കർമ്മനിരതമായി നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് കൃഷിക്ക് അത് വളമായി ഉപയോഗിക്കുന്നു, പന്നി ഫാമിന് കൊടുക്കുന്നു, മത്സ്യം വളർത്താൻ വേണ്ടി പ്രയോജനം, നല്ല കാര്യം. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊഴിലാളികൾക്ക് മാരകമായ വല്ല രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടോ, അങ്ങനെ വല്ലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാറ് ചോദിച്ചതിന് ആ ചോദ്യം നല്ല ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ 18, 12, 30 ഏതാണ്ട് 60 ഏക്കറിലായിട്ടാണ് ഞാനിപ്പോൾ ഈ 10 ലക്ഷം മീൻ വളർത്തുന്നത്. ഈ 60 ഏക്കറിൽ 365 ദിവസവും ഈ ഫാമിൽ മീൻ പിടിക്കുന്ന അമ്പലപ്പുഴയിലുള്ള കുറേ യുവാക്കളുണ്ട്. അവരിന്ന് പൂർണ്ണ ആരോഗ്യവന്മാരാണ്. ഏകദേശം 8 മണിക്കൂർ അവർ ഈ വെള്ളത്തിൽ കിടക്കണതാണ്. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അവർക്കില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം നിവാസികളുടെ കൂടുതൽ ഇരിക്കുകയാണ്. അവരുടെ ഒരു അഭ്യർത്ഥനയും ആഗ്രഹവും ഞാനിപ്പോൾ പറയാം മനസ്സ് തുറന്ന്. എത്രയും പെട്ടെന്ന് കുഞ്ഞുമോൻ ആലപ്പുഴയിൽ നിന്ന് ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വരണേ എന്നുള്ളതായിരിക്കും ഇവിടുത്തുള്ള നമ്മുടെ പ്രേക്ഷകരുടെ, പ്രത്യേകിച്ചും ഈ സദസ്സിലിരിക്കുന്നവരുടെ ഒരു ആഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്തായാലും നമ്മുടെ കേരളത്തിന് വലിയൊരു മാർഗനിർദ്ദേശകമായ ഒരു അഭിപ്രായവും ഒരു കണ്ടുപിടുത്തമാണ് ശ്രീ കുഞ്ഞുമോൻ നടത്തിയത്. നമ്മുടെ കുടപ്പനക്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ, ശ്രീ സുഭാഷ് സാർ അടക്കമുള്ളവർ ഈ വേദിയിലുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ സാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞുമോന് അഭിവാദ്യങ്ങൾ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് കേരളത്തിൽ കോഴി വളർത്തലിന് പ്രചാരമേറി വരികയാണ്. അതോടൊപ്പം നമ്മുടെ കർഷകർ ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയുണ്ട്, വില കുറഞ്ഞ ഒരു ഇൻക്യുബേറ്റർ. ഇതാ ഒരു കർഷകൻ്റെ കണ്ടുപിടുത്തമായി ഇവിടെ എത്തുകയാണ്. വില കുറഞ്ഞ കേവലം 7500 രൂപയ്ക്ക് കോഴിമുട്ട വിരിയിക്കാനുള്ള ഒരു ചെലവ് കുറഞ്ഞ ഇൻക്യുബേറ്റർ. ഇത് കണ്ടെത്തിയ തിരുവനന്തപുരം സ്വദേശി ശ്രീ മണികണ്ഠനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ ആ ഇൻക്യുബേറ്ററിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കോഴി
കോഴി വളർത്തൽ ഉപജീവന മാർഗമാക്കിയ കർഷകർക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് തിരുവനന്തപുരം ചേമ്മൻകുഴി സ്വദേശിയും ഇലക്ട്രീഷ്യനുമായ ശ്രീ എസ് മണികണ്ഠൻ വികസിപ്പിച്ചെടുത്ത ലോ കോസ്റ്റ് ഇൻകുബേറ്റർ. കൃത്യതയാർന്ന ടെമ്പറേച്ചർ കൺട്രോൾ, താപവ്യതിയാനം സംഭവിച്ചാൽ മുന്നറിയിപ്പ് നൽകുന്ന അലാം സംവിധാനം, ഡിസ്പ്ലേ ബോർഡ് എന്നിവ ഈ ഇൻകുബേറ്ററിനെ ശ്രദ്ധേയമാക്കുന്നു. സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക് എന്നിങ്ങനെ 2 തരത്തിലാണ് ഇൻകുബേറ്റർ ഒരുക്കിയിട്ടുള്ളത്. ഓട്ടോ ടേണിംഗ് സംവിധാനമുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററിൽ മുട്ട ഇടയ്ക്കിടെ ചലിപ്പിച്ചു വയ്ക്കേണ്ടതില്ല. ആ ജോലിയും ഇൻകുബേറ്റർ സ്വയം ചെയ്തുകൊള്ളും. $7,500 മുതൽ 10,000 രൂപ വരെ വിലയുള്ള ഇൻകുബേറ്ററുകൾ മണികണ്ഠൻ നിർമ്മിച്ചു നൽകി വരുന്നു. ശ്രീ മണികണ്ഠൻ എന്താണ് പഠിച്ചിട്ടുള്ളത്? ട്രേഡ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം IT എടുത്തായിരുന്നു. ഇലക്ട്രീഷ്യൻ ട്രേഡാണ് എടുത്തത്. അതിനുശേഷം ഇൻകുബേറ്റർ എന്നൊരാശയം, അതായത് കോഴിയെ വിരിയിക്കുക മുട്ട വിരിയിക്കുക എന്നൊരാശയം മനസ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ ഇൻകുബേറ്ററിനെ കുറിച്ച് അന്വേഷിച്ച് പോവുകയും ആ പോയ സ്ഥലങ്ങളിലെല്ലാം അവരെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരാശയം കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇൻകുബേറ്റർ നിർമ്മിച്ചത്. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ധാരാളം ഇൻകുബേറ്ററുകൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. എത്ര ദിവസം എടുക്കും മുട്ട വിരിയാൻ? ഇത് എല്ലാ മുട്ടയ്ക്കും അതിൻ്റേതായ പീരീഡുകൾ വേണം. കോഴിയാണെങ്കിൽ 21 വേണം, കാട 18, ടർക്കി 28, എല്ലാ മുട്ടയ്ക്കും അതിൻ്റേതായ പീരീഡ് വേണം. ഇതിൽ നമ്മൾ ഇൻകുബേറ്റർ സാധാരണ സുലഭമായി കിട്ടുന്നുണ്ട്. ഇൻകുബേറ്ററിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, ഇതിനകത്തുണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ, സാധാരണ വിപണികളിൽ കിട്ടുന്ന ഇൻകുബേറ്ററുകളിൽ വോൾട്ടേജ് വേരിയേഷനോ മറ്റെന്തെങ്കിലും കാരണത്താൽ റിലേ സ്ട്രക്കായി കൊടുക്കുകയും ആ സമയത്ത് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോവുകയും മുട്ടകൾ ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ മെഷീനുകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന രീതി, ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ, അതായത് നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ള ലെവലിൽ നിന്നും 1 പോയിൻ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് ഓട്ടോമാറ്റിക് കട്ട് ചെയ്യുകയും നമുക്ക് അലാറം തരികയും അതോടൊപ്പം ഡിസ്പ്ലേയിൽ എന്താണ് ഫാൾട്ട് എന്നുള്ളത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിദഗ്ധ പാനലിലേക്ക് മണികണ്ഠന് മുക്താണ്ഡമായ അഭിനന്ദനങ്ങൾ. കാരണം വളരെ 10,000-കണക്കിനുള്ള മുട്ടകളെ വിരിച്ചിറക്കാനുള്ള ഇൻക്യുബേറ്റേഴ്സാണ് മിക്കവാറും ഈ കൊമേഴ്ഷ്യലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ചെറിയ എണ്ണം മുട്ടകളെ വിരിച്ചിറക്കാനുള്ള സംവിധാനമാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് ബാക്ക് യാർഡ് പൗൾട്രി അല്ലെങ്കിൽ വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ പോലെയുള്ള സംരംഭങ്ങളുണ്ടാണ്. അവിടെ 50-100 മുട്ട വിരിക്കുവാൻ കർഷകർക്ക് ഉതകുന്ന തരത്തിലുള്ള ചിലവ് കുറഞ്ഞ ഇൻക്യുബേറ്ററാണ് വേണ്ടത്. അത് വില കുറഞ്ഞ രീതിക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഉള്ളത് അഭിനന്ദനാർഹം തന്നെയാണ്. താങ്കളുടെ ഇൻക്യുബേറ്റർ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഈ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവുകയും അലാറം അടിക്കുകയൊക്കെ ചെയ്തെന്ന ഒരു സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. താങ്കളുടെ ഇൻക്യുബേറ്റർ കാണാൻ വളരെയധികം ആകാംക്ഷയുണ്ട്. അത് കണ്ടതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ തീർച്ചയായും. ശ്രീ മണികണ്ഠൻ, ഒരു ചോദ്യം. താങ്കൾക്ക് അനുമോദനങ്ങൾ. താങ്കൾ പഠിച്ച വളരെ അടിസ്ഥാനപരമായ സാങ്കേതിക വിദ്യകൾ ഇത്തരം കൃഷി അനുബന്ധ മേഖലകൾ ഉപയോഗപ്പെടുത്താൻ താങ്കൾക്ക് സാധിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഇൻക്യുബേറ്ററിൽ എത്ര ശതമാനം കോഴിമുട്ട ഫോർ എക്സാമ്പിൾ എത്ര ശതമാനമാണ് വിരിഞ്ഞ് കിട്ടുന്നത്? സെമി ഓട്ടോമാറ്റിക് മെഷീനുകളിൽ സാധാരണ രീതിയിൽ 60 മുട്ട വയ്ക്കുന്ന ഒരു മെഷീനാണെങ്കിൽ 7ൻ്റെ അന്ന് നമുക്ക് ഇതിനകത്ത് ഭ്രൂണ വളർച്ച തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ടോർച്ച് ഉപയോഗിച്ച് മുട്ട ടെസ്റ്റ് ചെയ്യാം. കുറച്ച് മുട്ടയാകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ ഭ്രൂണ വളർച്ചയുള്ള മുട്ടകൾ നമ്മൾ തരംതിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നല്ല ക്വാളിറ്റിയുള്ള മുട്ടയാണെങ്കിൽ 19-ാം തീയതി, അതായത് 19-ാം ദിവസം വൈകുന്നേരം പൊട്ടി തുടങ്ങുന്നുണ്ട്. അത് A ഗ്രേഡായിട്ട് എടുക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് 20 വരുന്നുണ്ട്, അത് B ഗ്രേഡ്, C ഗ്രേഡ്, ഇങ്ങനെ 21 വരെ കണക്കാക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ 60 മുട്ടയിൽ 7 അല്ലെങ്കിൽ 5 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതിൽ 1 or 2 സാധാരണ ഞാൻ പറയുന്നതിനേക്കാളും ഉചിതം ഞാൻ ഇൻക്യുബേറ്റർ കൊടുത്ത പല ആൾക്കാരുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞങ്ങൾക്ക് വിശ്വാസമാണ് താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസക്കുറവല്ല, ഇതിന് 60 മുട്ടയിൽ നമുക്ക് ശരാശരി ഭ്രൂണ വളർച്ചയുള്ളത് പകുതിയിലേറെ. അതായത് 60-ൽ ഇപ്പോൾ 5 or 10 പോയി കഴിഞ്ഞാൽ 2 or 3 കുഞ്ഞ് വിരിച്ച്. അത് കാരണങ്ങളുണ്ട്. മുട്ടയുടെ തോട് കട്ടി കൂടുന്ന അവസ്ഥയായിരിക്കാം, അല്ലാതെ ജീവനുള്ള എല്ലാം വിരിയിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഹാച്ചബിലിറ്റി പെർസെൻറ്റേജ് അത് ശരാശരി 90%. അതായത് ഇതുവരെയും കിട്ടിയിട്ടില്ലാത്ത ഒരു ലെവലിൽ ഈ മെഷീനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 100% കിട്ടത്തില്ല, കിട്ടുന്നില്ല. അത് ഒരു മെഷീനില്ല, ഇന്നേവരെ ലോകത്തിൽ ഒരു മെഷീനിലും കിട്ടുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ 100% മിത്രാനിക്ക് എന്നുള്ള KVKയിലെ സാറ് മെഷീൻ എടുത്തിട്ടുണ്ട്. ഈ പരീക്ഷണാർത്ഥം സാർ എടുത്തു, എന്നെ വിളിച്ച് പറഞ്ഞതും നല്ല രീതിയിലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. മുട്ട വെച്ച എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞ് കിട്ടിയെന്നാണ് പറഞ്ഞത്. ഹാച്ചബിലിറ്റിയുടെ പെർസെൻറ്റേജ് കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ നന്നായിരുന്നു. തങ്ങളുടെ മെഷീൻ മൂവ് ചെയ്യാനും അത് പ്രയോജനപ്പെടും. സദസ്സിൻ്റെ ഒരു ചോദ്യം കൂടി, ഈ മുട്ട മറിച്ചും തിരിച്ചും വെച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ട്. മുട്ട കൃത്യമായിട്ടും ഒന്നുകിൽ ഓട്ടോമാറ്റിക് മെഷീനുകളുടെ മുട്ട ടർണിങ് ചെയ്യിക്കണം, ഇല്ല എങ്കിൽ സെമി ഓട്ടോമാറ്റിക് മെഷീനുകൾ നമ്മൾ കൈകൊണ്ട് തിരിച്ചു കൊടുക്കണം. കാരണം മുട്ടയിൽ കുഞ്ഞ് ചൂടും ഹ്യൂമിഡിറ്റിയും മാത്രം ഉണ്ടായിരുന്നാൽ കുഞ്ഞ് പുറത്ത് വരത്തില്ല. കാരണം അടയിരിക്കുന്ന കോഴി അതിൻ്റെ ചുണ്ട് കൊണ്ട് മുട്ടകൾ നീക്കാറുണ്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ നമ്മൾ ഈ മുട്ടകൾ തിരിക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഈ മുട്ട നമ്മൾ വാട്ടി അല്ലെങ്കിൽ വെള്ളത്തിലിട്ട ഒരു ചൂടാക്കിയ വെള്ളത്തിലിട്ട ഒരു മുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു വെള്ള പാട കാണുന്നുണ്ട്. ഈ പാടയിൽ കുഞ്ഞ് ഒട്ടിച്ചേരാൻ സാധ്യത കൂടുതലാണ്. ഈ ഭ്രൂണ അതായത് മുട്ട നമ്മൾ ചലിപ്പിക്കുന്നതോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പാടയിൽ നിന്നും വിട്ടുകൊടുക്കുന്നുണ്ട്. 20 ദിവസം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് പൊട്ടി പുറത്തു വരാൻ കഴിയും. വ്യത്യസ്തങ്ങളായ പക്ഷികളുടെ മുട്ടകൾ വളരെ വേഗം അടവെച്ച് കർഷകരുടെ വീടുകളിൽ തന്നെ വിരിയിച്ചെടുക്കാൻ ചിലവ് കുറഞ്ഞ സാങ്കേതികവിദ്യ കണ്ടെത്തിയ മണികണ്ഠനെ നമുക്ക് അഭിനന്ദിക്കാം. KSFE ഭാഗ്യശ്രേയസ് ചിട്ടികളിൽ ഉടൻ അംഗമാകൂ, ആകർഷകങ്ങളായ സമ്മാനങ്ങൾ നേടൂ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വളർത്തുപക്ഷി വിജ്ഞാന കേന്ദ്രം മണ്ണുത്തിയിൽ. തേനീച്ച വളർത്തലിൽ പരിശീലനം. വാർത്തകൾ വിശദമായി. മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ പൗൾട്രി വിഭാഗം ഉന്നത പഠന കേന്ദ്രത്തിന്റെ കീഴിൽ വളർത്തുപക്ഷി പരിപാലനത്തിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കുന്ന വിജ്ഞാന കേന്ദ്രത്തിന് തുടക്കമിട്ടു. കാട മുതൽ ഒട്ടകപ്പക്ഷി വരെയുള്ള സർവ്വ വളർത്തുപക്ഷികളുടെയും പരിപാലനത്തെക്കുറിച്ചുള്ള കോഴ്സുകൾ, സംരംഭങ്ങൾക്ക് ആവശ്യമായ പ്രോജക്ട് റിപ്പോർട്ടുകൾ, കൂട്, തീറ്റ തുടങ്ങിയവ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതികവിദ്യ എന്നിവയെല്ലാം കർഷകർക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങളാണ് വിജ്ഞാന കേന്ദ്രം നൽകുന്നത്. നബാർഡിന്റെ സഹായത്തോടെ വിജ്ഞാന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 237 0117. സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 4ാം വർഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മത്സ്യകൃഷിക്ക് ഹെക്ടറിന് 50,000 രൂപ വരെ തീറ്റ സബ്സിഡി നൽകുന്നു. കാർപ്പ് മത്സ്യങ്ങളായ രോഹു, കട്ല, മൃഗാൽ, സൈപ്രിനസ്, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ മത്സ്യങ്ങളെയും ആറ്റുകൊഞ്ചൻ കുഞ്ഞുങ്ങളെയുമാണ് വിതരണത്തിനായി തയ്യാറാക്കുന്നത്. പഞ്ചായത്തുകളിലെ മത്സ്യ കർഷക ക്ലബ്ബുകൾക്കും വ്യക്തികൾക്കും മത്സ്യക്കുഞ്ഞുങ്ങൾക്കായി അപേക്ഷിക്കാം. മത്സ്യകൃഷിക്ക് ആവശ്യമായ തീറ്റ സബ്സിഡിയും പുതിയ കർഷകർക്കുള്ള പരിശീലനവും ഇതോടനുബന്ധിച്ച് ലഭ്യമാക്കും. അപേക്ഷാ ഫോറം ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ നിന്നും മത്സ്യ കർഷക വികസന ഏജൻസികളിൽ നിന്നും ലഭ്യമാക്കും. അപേക്ഷ അയക്കേണ്ട വിലാസം: സ്പെഷ്യൽ ഓഫീസർ, മത്സ്യസമൃദ്ധി, വികാസ് ഭവൻ, തിരുവനന്തപുരം. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ പേട്ടയിലുള്ള സംസ്കരണശാലയിലേക്ക് 40 മുതൽ 45 ദിവസം വരെ പ്രായവും 2 കിലോയ്ക്ക് മുകളിൽ തൂക്കവുമുള്ള ഇറച്ചിക്കോഴികളെ ആവശ്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447720794. വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ ബീ കീപ്പേഴ്സ് ഓറിയന്റേഷൻ പരിശീലന പരിപാടി ജനുവരി 13 മുതൽ 17 വരെ കാർഷിക കോളേജിൽ നടക്കും. തേനീച്ച വളർത്തലിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് കൈമാറി വാണിജ്യാടിസ്ഥാനത്തിൽ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം.
തേനീച്ച കോളനി പരിപാലനം, വിഭജനം, തേൻ ശേഖരിക്കൽ, സംസ്കരണം, രോഗകീട സംരക്ഷണം, തേനീച്ചയുടെ പരാഗണ സേവനം, തേനിന്റെ ഔഷധ ഗുണം, തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നീ വിഷയങ്ങളിലെ ക്ലാസുകൾ കേരള കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ നേതൃത്വം നൽകും. താൽപര്യമുള്ളവർ 2015 ജനുവരി 1-ാം തീയതിക്ക് മുൻപ് അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം കേരള കാർഷിക സർവകലാശാലയുടെ വെബ്സൈറ്റിലും വെള്ളായണി കാർഷിക കോളേജ് തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിലും ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471-238-4422. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,950 രൂപ, കോഴിക്കോട് 14,200, വെളിച്ചെണ്ണ തൃശൂർ 13,400, കൊപ്ര കൊച്ചിയിൽ 8,670, കൊപ്ര കോഴിക്കോട് 9,700, തൃശൂർ 8,975, കുരുമുളക് അൺഗാർബിൾഡ് 67,500, ഗാർബിൾഡ് 70,500, ചുക്ക് മീഡിയം 20,000, ബെസ്റ്റ് 22,000, സേലം മഞ്ഞൾ സേലം 6,900, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 14,000-നും 15,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,200, റബ്ബർ RSS 4 ഗ്രേഡ് 12,500, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,300, റബ്ബർ RSS 4 ഗ്രേഡ് 12,500. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 12,950 രൂപ, കൊപ്ര 8,670, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 67,500, ഗാർബിൾഡ് 70,500, ചുക്ക് മീഡിയം 20,000, ബെസ്റ്റ് 22,000, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 മുതൽ 260 രൂപ വരെ, തൊണ്ടില്ലാത്തത് 450 മുതൽ 470 വരെ. ജാതിപത്രി 700 മുതൽ 775 രൂപ വരെ, ഗ്രാമ്പു 975 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,200, RSS 4 ഗ്രേഡ് 12,500, ഒട്ടുപാൽ 7,500, ലാറ്റക്സ് 8,500 രൂപ. കമ്പോള അവലോകനം. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും കുരുമുളക് സംഭരിക്കാൻ ഉത്സാഹിച്ചത് നിരക്ക് മെച്ചപ്പെടുത്തി. 1,000 രൂപ വർദ്ധിച്ച് 70,500-ലാണ് ഗാർബിൾഡ് കുരുമുളക് വ്യാപാരം തുടങ്ങിയത്. സീസൺ അടുത്ത സാഹചര്യങ്ങളിലെ വിലക്കയറ്റം കർഷകരെ തോട്ടങ്ങളിലേക്ക് അടുപ്പിക്കും. കാർഷിക മേഖല ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ച വേളയിൽ ടയർ വ്യവസായികൾ റബ്ബർ സംഭരിക്കാൻ ഉത്സാഹിച്ചത് വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. 4ാം ഗ്രേഡ് റബ്ബർ 12,500-ലേക്ക് ഉയർന്നു. മൊത്ത വിപണികളിൽ ക്രിസ്മസ് ആവശ്യങ്ങൾക്ക് വേണ്ട വെളിച്ചെണ്ണ വിൽപ്പന അവസാനിച്ചതോടെ മില്ലുകാർ കൊപ്ര സംഭരണം കുറച്ചു. സംസ്ഥാനത്തെ മികച്ച വിപണികളിൽ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾക്ക് കാര്യമായ വ്യതിയാനമില്ല. ഉത്തരേന്ത്യൻ ഡിമാൻഡ് മങ്ങിയത് മൂലം ചുക്കിന് തുടർച്ചയായി 2ാം ദിവസവും 500 രൂപ കുറഞ്ഞു. കൊച്ചിയിൽ മികച്ച ഇനം ചുക്ക് 22,000 രൂപയിലാണ് വ്യാപാരം നടന്നത്. ശൈത്യകാലമായതിനാൽ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉൽപ്പാദകർ. ഏലക്ക വില 1,000 രൂപയ്ക്ക് മുകളിലെത്തി. കൊച്ചി ലേലത്തിൽ കയറ്റുമതിക്ക് അനുയോജ്യമായ മികച്ച ഇനത്തിന്റെ കിലോ 1,059 രൂപ ഉറപ്പുവരുത്താനായി. ശരാശരി ഇനങ്ങൾ 795 രൂപയിലാണ്. അടുത്തതായി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 24.9. കൊച്ചി 32.2, 24.6. ആലപ്പുഴ 32, 24.6. പുനലൂർ 33.6, 20. തിരുവനന്തപുരം 32, 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.